ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഗാർഡനിൽ വൈകുന്നേരങ്ങളിൽ ഞാൻ ചെയ്ത കുറച്ച് പണികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഗാർഡനൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴും നമ്മൾ ആദ്യം കണ്ട് ഇതുപോലെ കുറച്ച് 10 മണി ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 10 മണി ചെടികളിലെല്ലാം ഇതുപോലെ പൂക്കളൊക്കെ ആയി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ്. പൂക്കളുണ്ടെന്ന് കരുതി നമ്മൾ പ്രൂൺ ചെയ്യാനൊന്നും മടിക്കരുത്. കാരണം ഈ ഒരു ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലങ്ങളോളം നിലനിൽക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ പ്രൂൺ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഇതിനകത്ത് വീണ്ടും വീണ്ടും മൊട്ടുകളും പൂക്കളും ഒക്കെ ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമം വരുമെന്നറിയാം. എന്നാലും എനിക്കും സങ്കടമുണ്ട്. എന്നാലും ഞാനതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡിനകത്ത് ഇതുപോലെ ഇലകളൊക്കെ ഒരുമാതിരി കരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഒരുപാട് വളർന്നു പോയ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻ്റർലോക്കിലൂടെ ഇതുപോലെ ഒരു 2-3 പ്ലാവിൻ്റെ തൈകൾ, അതായത് വിയറ്റ്നാം മെർലി പ്ലാവാണ്. അപ്പോൾ അതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലകളൊക്കെ ഒരുപാട് ശിഖരങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് മാറ്റി. പിന്നെ കുറേ ചെമ്പരത്തിയുടെയൊക്കെ ഒരുപാട് വലുപ്പത്തിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കാണാനും ഒരു ഭംഗി കാണത്തില്ല. അതുമൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു. പിന്നെ ഈ പ്രൂൺ ചെയ്യുന്ന സമയത്തും അല്ലാതെയൊക്കെ ഒരുപാട് കരിയിലകൾ ആ ഒരു ചെടികൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് തൂത്തുവാരി ഇതുപോലെ നമ്മൾ ചാക്കിനകത്തൊക്കെ ആക്കി വെച്ചു. അപ്പോൾ ഈ ഒരു ബേസൺ നിറച്ചും നമ്മൾ ഒരുപാട് ചെടികൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഈ പ്ലാവിൻ്റെയൊക്കെ ചുവട്ടിൽ നേരത്തെ തന്നെ കുറേ നമ്മൾ വളങ്ങളും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. കൂടുതലായിട്ടും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോഴേ നമ്മൾ മണ്ണിൽ നടുന്ന പോലല്ല, ഇതുപോലെ ഇൻ്റർലോക്കിൽ ഒരുപാട് സ്പേസ് ഇല്ല. അപ്പം അതിനകത്ത് വന്നേക്കുന്ന ഈ ഒരു ചാണകപ്പൊടി അതും ഇതുമൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ചെടികളിലൊക്കെ ചുവട്ടിലൊക്കെ ഇതുപോലെ പോച്ചയൊക്കെ കിളിർത്ത് വരുന്നത് ഒരു 2-3 ദിവസമൊക്കെ കൂടിയിരിക്കുമ്പോഴേ ഇതുപോലെ ചെറിയ ചെറിയ കളകളായി വരുമ്പോൾ തന്നെ നമ്മളൊന്ന് അതൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കൊടുത്തിട്ട് ഈ ചട്ടികളിലൊക്കെ ഉള്ള ചെടികളുടെയൊക്കെ ചുവടൊക്കെ ഉണ്ടല്ലോ, അത് വേരിനൊന്നും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വളമൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ചെടിക്ക് അതിൻ്റെ എഫക്റ്റൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നല്ല രീതിയിൽ പൂക്കളും അതുപോലെ തന്നെ മുട്ടുകളും ഒക്കെ ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ആ ബോഗൻവില്ല പ്ലാന്റ് അങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ അതിന് ചെറിയൊരു വാട്ടം ഉണ്ടായിരുന്നേ. അപ്പോൾ ആ വാട്ടമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാനത് വേറൊരു പോട്ടിലോട്ട് റീപോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ടാണ് ഇതുപോലെ ഒരുപാട് വളങ്ങളൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഇപ്പോൾ റീപോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ടും മണ്ണ് മാത്രമാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ചകിരിച്ചോറും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ ഇതുപോലൊരു പോട്ടിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം രാത്രി ആയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയെന്ന് മാത്രമാണ് കേട്ടോ ചിന്ത. രാവിലെ എണീക്കുമ്പോഴേ ചെടികളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു ആലോചന മാത്രമാണ് രാത്രിയിൽ. അപ്പം നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മുടെ ഒരു മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ചെടികളിൽ ഇതുപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയും പോച്ചയൊക്കെ പറിച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ചെടികളോടൊപ്പം തന്നെ സമയം ചിലവഴിക്കുമ്പം അതൊരു മനസ്സിനൊരു കുളിർമ തന്നെയാണല്ലേ. അപ്പം ഞാൻ ഈ പ്ലാവിൻ്റെയൊക്കെ തണ്ടുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെടികളിലോട്ട് അതിൻ്റെ തണ്ടുകളെല്ലാം കിളിർത്ത് അങ്ങനെ എല്ലാം കൂടി ഒരു കൂടി കിടക്കുമായിരുന്നു. അപ്പോഴതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. പിന്നെ ഇതുപോലെയുള്ള ചെടികളുടെയൊക്കെ കുറേയൊക്കെ കമ്പുകളുമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബോഗൻവില്ല പ്ലാന്റുകൾ ഈ ഇരിക്കുന്നതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ മദർ പ്ലാന്റൊക്കെ പ്രൂൺ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന കമ്പുകളൊക്കെ നട്ട് ഇതുപോലെ കൊടുത്ത് അങ്ങനെ കിളിർത്ത് വന്ന തൈകളാണ് ഈ നിൽക്കുന്നതെല്ലാം. ഇപ്പോൾ ചെടികളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചെടിച്ചട്ടിയിലോ ഒക്കെ നട്ടുപിടിപ്പിക്കാനെ കൊണ്ടാണ് കേട്ടോ ശ്രമിക്കാറുള്ളത്. അങ്ങനെ നട്ടുപിടിപ്പിച്ച് ഇപ്പം വെക്കാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയായി മാറിയിട്ടുണ്ട്. കുറേയൊക്കെ ചെടികൾ നമുക്ക് മഴക്കാലത്തും ഇതുപോലെ വെളിയിലേക്കൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നാൽ അഡീനിയം പ്ലാന്റുകൾ പോലെയുള്ള പ്ലാന്റുകൾ നമുക്ക് അങ്ങനെ മഴയത്തൊന്നും ഒരുപാട് വെക്കാനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോഴൊക്കെ നമ്മൾ ഷെയ്ഡിലേക്കൊക്കെ മാറ്റി കൊടുക്കേണ്ടതാണല്ലോ. അപ്പോൾ ഒരുപാട് അങ്ങ് ആയിക്കഴിഞ്ഞാലും നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും കുഞ്ഞു കുഞ്ഞു മക്കളെ നമുക്കതിൻ്റെ തൈകളായിട്ട് കിട്ടുമ്പോൾ നമുക്കത് ഒരിക്കലും അത് നശിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ അത് നട്ടു കൊടുക്കാതിരിക്കാനോ ഒന്നും തോന്നത്തില്ല.
ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാൻ കഴിയും. നമ്മൾ ഈ ചെടികളുടെയൊക്കെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുവാണെങ്കിൽ അതൊരിക്കലും തീരുന്നതേയില്ല. പിറ്റേന്നും എന്തെങ്കിലുമൊക്കെ ഓരോ ജോലികൾ ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് അത്രയും ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു കഷ്ടപ്പാടായിട്ട് തോന്നുകയേയില്ല. നിങ്ങൾക്കും അങ്ങനെയാണോ? അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.